ബി ജെ പി നേതാക്കളുടെ ആസ്തിയെ ചൊല്ലിയും വിവാദം. സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്ത് പാർട്ടി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ നടത്തിയ വിമർശനത്തിനിടെ നേതാക്കളുടെ ആസ്തിയും പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നു. ശിവരാജൻ പറഞ്ഞത്, ഞങ്ങളാരും കോയമ്പത്തൂരിലും മറ്റും ഫിനാൻസ് നടത്തുന്നവരല്ല, അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. വാർഡിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കാനും ശേഷിയില്ല. ബി ജെ പി ഉപയോഗിച്ച് പണവും ഉണ്ടാക്കിയിട്ടില്ല. തനിക്ക് വസ്തു കച്ചവടമില്ല. കൃഷ്ണകുമാറിന്റെ കാര്യവും പരിശോധിക്കട്ടെ എന്നായിരുന്നു ശിവരാമൻ പറഞ്ഞത്. കൗൺസിലർമാരെ പുറത്താക്കുമെന്ന് ആരും ഭയപ്പെടുത്തേണ്ടെന്നും പാലക്കാട് മുനിസിപ്പാലിറ്റി 150-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപ പിരിച്ച് തട്ടിപ്പ് നടത്തിയതിന്റെ കഥകളൊന്നും പുറത്ത് പറയിപ്പിക്കരുതെന്നും ശിവരാജൻ മുന്നറിയിപ്പ് നൽകി. കൃഷ്ണകുമാർ അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെയും നിങ്ങൾക്ക് കിട്ടാനില്ലേ എന്ന് പലരും ശിവരാജനോട് ചോദിച്ചിട്ടുണ്ടെന്നും ശിവരാജൻ തുറന്നടിച്ചു. തോൽവി പാവപ്പെട്ട നഗരസഭാ കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കരുത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ക്രെഡിറ്റ് കൃഷ്ണകുമാറിനും കെ സുരേന്ദ്രനും, തോറ്റാൽ ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് എന്നാണോ എന്നാണ് ശിവരാജൻ ചോദിക്കുന്നത്. കൂട്ടുത്തരവാദിത്തമാണ് എല്ലാത്തിനുമെന്നും ശിവരാജൻ പറഞ്ഞു. ആസ്തി പരാമർശം വിവാദമായതോടെ പ്രതികരണവുമായി തന്റെ ആസ്തി പരിശോധിക്കാമെന്ന് ശ്രീ കൃഷ്ണകുമാറും പ്രതികരിച്ചു. സ്വത്ത് വിവരം സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് നൽകിയത്. ശിവരാജൻ കണ്ടു കാണില്ലെന്നും ശിവരാജന് വേണമെങ്കിൽ അത് നോക്കാമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അപ്പൊ കൃഷ്ണകുമാർ അവിടെ ഇംഗ്ലീഷിലാണ് നൽകിയതെന്ന് പറഞ്ഞതിനകത്ത് അതൊരു പരിഹാസമാണ്, ഒരു പരിഹാസത്തിന്റെ ഭാഷയാണത്. അപ്പൊ ശിവരാജൻ എന്താ ഇംഗ്ലീഷ് അറിയത്തില്ല? ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ഇപ്പൊ ആർക്കാണ്? അതിന് ഗവേഷണമൊന്നും നടത്തണ്ട. നേരത്തെ കെ സുരേന്ദ്രനെയും പാലക്കാട് ചുമതലയുണ്ടായിരുന്ന രഘുനാഥിനെതിരെയും ശിവരാജൻ രംഗത്തെത്തിയിരുന്നു. തോൽവിയുടെ ഉത്തരവാദിത്വം സുരേന്ദ്രനാണ്, അത് കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കേണ്ട. പ്രഭാരി രഘുനാഥ് AC റൂമിലായിരുന്നു. രഘുനാഥിനെ പ്രഭാരി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് 6 മാസം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. പ്രഭാരിയുടെ ജോലി AC റൂമിൽ ഉറങ്ങലല്ലെന്നും ശിവരാജൻ തുറന്നടിച്ചിരുന്നു. വോട്ട് കുറഞ്ഞതിന്റെ കാരണം കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് ചോദിക്കണമെന്നും ശിവരാജൻ പറഞ്ഞു. സ്വന്തം വാർഡിൽ പോലും ജയിക്കാനാകാത്ത ആളാണ് രഘുനാഥ്. അത്രയും ആളുകളെ ഭിന്നിപ്പിക്കുന്ന, യോജിപ്പിക്കാൻ അറിയാത്ത പ്രഭാരിയാണ് ഇവിടെ പാർട്ടിയെ തോൽപ്പിച്ചത്. കൃഷ്ണകുമാറിന്റെ ബൂത്തിലും വോട്ട് കുറഞ്ഞു. അങ്ങനെയെങ്കിൽ കൃഷ്ണകുമാറിനെ ആദ്യം രാജിവെക്കേണ്ടതെന്നാണ് ശിവരാജൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് വന്ന് ഇതൊരു വെഴിപ്പലക്കൽ മാത്രമല്ല, ഇത് ആസ്തി വരെ കണ്ടുപിടിക്കണം, ആസ്തി വരെ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവരൊക്കെ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത് ഇവിടെ നിന്ന് നിൽക്കില്ല. ഇതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ BJP നേതാക്കന്മാരുടെയും BJP പ്രവർത്തകരുടെയും അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് നിൽക്കുന്നവരുടെയും ആസ്തികൾ പരിശോധിക്കാൻ തുടങ്ങിയാൽ ഇവിടെ എങ്ങും നിൽക്കില്ല. ഓരോ ആളുകളുടെ അവരുടെ വരുമാനത്തിനനുസരിച്ചുള്ള സ്വത്താണോ അവർക്കുള്ളതെന്ന് അന്വേഷിക്കണം. അത് ശിവരാജൻ പറഞ്ഞത് വളരെ ശരിയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇത് എവിടെ വരെ എത്തുമെന്ന്.